കരിയർ ഭാരമായി മാറി. അർഹിക്കുന്ന ബഹുമാനമോ പിന്തുണയോ ലഭിച്ചിരുന്നില്ല. വിരമിക്കലിനെക്കുറിച്ച് സാനിയോട് യുവരാജ്. എത്ര മനോഹരമായ കാലഘട്ടമായിരുന്നു. കാരണം ഇപ്പോഴത്തെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ എനിക്കങ്ങനെ ഇഫക്റ്റ് വന്നില്ല. അതിന് വിരോധം തോന്നുന്നുണ്ടല്ലോ, കളിക്കാർ മോശമായത് കൊണ്ടൊന്നുമല്ല. പക്ഷേ ആ കാലഘട്ടം യുവിയുടേതായിട്ടുള്ളൊരു കാലഘട്ടം. 2 ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യയുടെ, അതായത് ധോണി ക്യാപ്റ്റനായിരിക്കുമ്പോൾ, ഒന്ന് T20 ലോകകപ്പ്, ഒന്ന് വേൾഡ് ലോകകപ്പ്. രണ്ടും യുവരാജിൻ്റെ സാന്നിധ്യം എന്താണെന്ന് അറിഞ്ഞതാണ്. എത്ര മനോഹരമായ കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ആ ലോകകപ്പ്. ധോണി ക്യാപ്റ്റനായിരിക്കുമ്പോൾ സച്ചിൻ വിരമിക്കാൻ നൽകിയൊരു ലോകകപ്പില്ലേ, ആ ലോകകപ്പിൽ യുവരാജ് വഹിച്ച പങ്ക് എടുത്തു പറയേണ്ട. എൻ്റെ ഫേവറേറ്റ് താരങ്ങളാണ്. ഫേവറേറ്റ് താരം തന്നെ യുവരാജ് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയുള്ള ക്രിക്കറ്റ് കളിയോട് അങ്ങനെയൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ കളിക്കാർ മോശമായത് കൊണ്ടല്ല, മുമ്പ് പറഞ്ഞ പോലെ. പക്ഷേ ഇദ്ദേഹം, കാരണം ഈ യുവരാജൊക്കെ ഒന്ന് ഔട്ടായി കഴിയുമ്പോൾ പിന്നെ കളി കാണാൻ ഇൻട്രസ്റ്റ് പോകും. അമ്മാതിരി രീതിയായിരുന്നു. അദ്ദേഹത്തിന് അത്രയ്ക്ക് അടുത്ത ആരാധനയാണ്. പിന്നെ ഇടയ്ക്കൊക്കെയോ മിടുക്കനായിരുന്നു, ഇടയ്ക്കൊക്കെയോ എന്തൊക്കെയോ വന്ന ക്യാൻസർ വന്നതിന് ശേഷം പുള്ളി അത്ര കളിക്കാനറിയുമ്പോൾ അത്ര ഫോമിലില്ലായിരുന്നു. പിന്നെ IPL-ലാണെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ട് ഫോമായിട്ട് വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം വിരമിക്കുകയുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. ഒരു നക്ഷത്രം തന്നെയാണ്, ജ്വലിക്കുന്ന നക്ഷത്രം. ഒരിക്കലും മറക്കില്ല. കുട്ടിക്കാലം മനോഹരമാക്കിയതിന് വളരെ വളരെ നന്ദി.